പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫ്യൂടെക്കിൻ്റെ ഒരു 5.1 റിമോട്ട് കിറ്റാണ്. നമുക്ക് ഈ പാക്കേജിൽ എന്തൊക്കെ വരുന്നതെന്ന് ആദ്യം നോക്കാം. ആദ്യമായിട്ട് കിട്ടുന്നത് ഇതിൻ്റെ റിമോട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള റിമോട്ട് തന്നെയാണ് ഇതിൻ്റെ വരുന്നത്. സാധാരണ എല്ലാ റിമോട്ട് കിറ്റിലും വരുന്ന റിമോട്ട് തന്നെയാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ മെയിൻ ബോർഡാണ്. ഇത് പുതിയ മോഡലാണ്. പഴയ മോഡൽ ഈ ഫിൽറ്റർ വരില്ല. ഇപ്പോഴിറങ്ങുന്ന മോഡലുകളിൽ ഈ സെപ്പറേറ്റ് സബിൻ്റെ ഫിൽറ്റർ സെപ്പറേറ്റ് വലിയ സെക്ഷനായിട്ടുണ്ട്. ഇതിന് മുമ്പുള്ളതിന് SMD IC വെച്ചിട്ടുള്ള ചെറിയൊരു ഫിൽറ്ററാണ് ഇരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓഡിയോ പ്രൊസസ്സർ. ഇനി ബാക്കി വേറെ നോക്കാം. ഇതിൻ്റെ വയറിംഗ് കിറ്റാണ്. ഇതിൻ്റെ എൻകോഡറും ബാക്കി വയറിംഗ് കിറ്റെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ. പിന്നെ ഇതിൻ്റെ അവിടെ ഒരു യൂസർ മാനുവൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇത് ബാക്ക് ലൈറ്റ് ഓഫ് എങ്ങനെയാണ്, പിന്നെ MP3 IR സെക്ഷൻ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ അതായത് റഷ് ബോർഡും സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മളെ FT003 മിനി ഡീകോഡറും സപ്പോർട്ട് ചെയ്യും. ഈ വീഡിയോയിൽ നമ്മളത് എങ്ങനെയാണ് മെർജ് ചെയ്യുന്നതെന്നും കൂടെ കാണിക്കുന്നതാണ്. നമുക്കിനി റിമോട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. റിമോട്ട് കിറ്റ് ഡിസ്പ്ലേയിൽ ഇത് നമ്മുടെ മെയിൻ ബോർഡിലേക്ക് പോകുന്ന കണക്ഷനാണ്. പിന്നെ ബാക്കിയെല്ലാം ഈ ബോർഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ എൻകോഡർ കണക്ഷൻ. ഇവിടെയാണ് എൻ്റെ എൻകോഡർ കണക്ഷൻ വരുന്നത്. ഇത് നമ്മളെ റഷിൻ്റെ കണക്ഷനാണ്. ഇതാണ് FT003 കിറ്റിലേക്ക് പോകേണ്ട കണക്ഷൻ. ഇത് നമ്മുടെ MP3 അതായത് നമ്മളെ USB മൊഡ്യൂളിലേക്കുള്ള കണക്ഷനാണ്. +5 വോൾട്ട് ഗ്രൗണ്ട്, IR1 IR2 അത് 2 ടൈപ്പ് ഉണ്ട്. അത് ഏതാണ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതാണ് എൻ്റെ മെയിൻ ബോർഡ്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ഇത് ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനാണ്. ഇത് +12 വോൾട്ട്, ഇത് 12 വോൾട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് DVD ഇൻപുട്ട്. ഇത് USB-യുടെ ഓഡിയോ ഔട്ട് ഇതിലേക്കാണ് കൊടുക്കേണ്ടത്. ഇത് ഓക്സ് 3 ഓക്സ് ഉണ്ട്. ആ 3 ഓക്സും ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്. ഇവിടെ വ്യക്തമായിട്ട് ഈ ബോർഡിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല, ഔട്ട് ഇതല്ല, ഇത് ഇന്നാണ്. DVD ഇന്നാണ് ഇവിടെ വരുന്നത്. ഔട്ട് ഇപ്പുറത്താണ്, ഓപ്പോസിറ്റ് സൈഡാണ്. ഔട്ട്പുട്ട് ഇവിടെ ആയിട്ടുണ്ട്. അതുപോലെ വ്യക്തമായിട്ട് ഗ്രൗണ്ട്, FRFL, സെൻറ്റർ, സബ്, SL, SR അത് രണ്ടും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സബിൻ്റെ ഗെയിൻ കൺട്രോളാണ്. നമുക്കിതിനെ ഒന്ന് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ നമ്മളിതിൻ്റെ കണക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഓൺ ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഓണായി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ഡിസേബിൾ മോഡലായിരിക്കും കിടക്കുന്നത്. ഇത് കുറച്ച് നേരം വർക്കായിട്ട് ഈ ബാക്ക് ലൈറ്റ് ഇതുപോലെ ഓഫ് ആവും. അപ്പോൾ നമ്മൾ 0 കീ ലോങ് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ അത് ഡിസേബിൾ ആയിട്ടുണ്ട്. ഇനി ബാക്ക് ലൈറ്റ് ഓഫ് ആവില്ല. അതിൽ നമ്മൾ USB മൊഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് USB മൊഡ്യൂളിൻ്റെ പ്ലസും മൈനസും, അതുപോലെ ഈ IR സെൻസർ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റ് പിന്ന്, അത് 3-ലും ഓരോ വയർ സോൾഡർ ചെയ്തെടുത്തിട്ട് ഈ വരുന്ന റിമോട്ട് കിറ്റിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ 5 വോൾട്ട് ഗ്രൗണ്ട്, IR1 അതിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻസ്. ഇനി ഇതിൽ കൊടുക്കേണ്ടത് ഇന്നും ഔട്ട് മാത്രമാണ്. അത് വരുന്നത് USB-യുടെ ഇന്ന്, അതായത് ഈ വരുന്ന ഈ പാനലിൻ്റെ ഇൻപുട്ട് വരുന്നത് ഇവിടെയാണ്. ഇവിടെ USB എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫ്യൂടെക്കിൻ്റെ തന്നെ FT003 മിനി ഡീകോഡർ എങ്ങനെയാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൽ ഡോൾബി പ്രോലോജിക് 2 DTS എന്നീ ഫോർമാറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്നതിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണത്. ഈ പാക്കറ്റിൽ വരുന്നത് ഒരു ഡീകോഡർ വരുന്നുണ്ട്. പിന്നെ ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്യേണ്ട മെറ്റൽ പാനൽ, പിന്നെ വരുന്നത് ഇതിൻ്റെ വയറിംഗ് കിറ്റ്.
ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് ഇപ്പം നോക്കാം. FT003 ഡീകോഡർ ഈ റിമോട്ടിൽ കണക്ട് ചെയ്യുന്നത് ഇതിൽ ഇവിടെ ഒരു സോക്കറ്റുണ്ട് സ്വിച്ചിൻ്റെ അടുത്തായിട്ട്. അവിടെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന അതിൻ്റെ വയറിംഗ് കിറ്റിൻ്റെ കൂടെ തന്നെ ഇത് കണക്ട് ചെയ്യേണ്ട ഒരു വയർ കിറ്റ് കിട്ടുന്നുണ്ട്. ഈ കണക്ടർ എടുത്ത് നമ്മളിവിടെ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ റിമോട്ട് കിറ്റിൽ ഈ ഡിസ്പ്ലേ സെക്ഷനിൽ ഡിസ്പ്ലേയുടെ അടിയിലായിട്ടൊരു കണക്ടറുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ കണക്ട് ചെയ്യുക. ഇനി ഇതിൽ എൻ്റെ പവർ ഇന്നാണ്, അതും 12 വോൾട്ടാണ്. റിമോട്ട് കിറ്റിൻ്റെ സെയിം സപ്ലൈ തന്നെ ഇതിലെടുത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ വർക്കിംഗ് വോൾട്ടേജും പിന്നെ റിമോട്ട് കിറ്റുമായിട്ടുള്ള കണക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 5.1 ഔട്ട്, ഈ ഔട്ട് നമ്മൾ നേരെ എടുത്ത് ഈ റിമോട്ട് കിറ്റിൻ്റെ ഈ ബോർഡിൽ DVD ഇൻപുട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കൊടുക്കണം. എന്താ ഇവിടെ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന FLFR അതുപോലെ തന്നെ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോക്കി ഈ ഇൻപുട്ടിൽ കൊടുക്കണം. DVD ഇൻപുട്ടിൽ ഇവിടെ നിന്ന് എടുത്ത് ഇതിൽ കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം റിമോട്ട് കിറ്റിൽ ഇതിൻ്റെ ഇന്നുണ്ട്, ഈ HDMI, ഒപ്റ്റിക്കൽ, കോയാക്സിൽ ഈ ഇൻപുട്ടുകളുണ്ട്, പിന്നെ 3 ഓക്സും ഉണ്ട്. പിന്നെ ഈ ഡീകോഡറിൽ തന്നെ ഒരു സ്റ്റീരിയോ ഇന്നും ഉണ്ട്, അത് ഇതാ കിടപ്പുണ്ട്, ഓക്സ് 1. ഈ ഓക്സ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്കതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ഇത് ഓണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിൽ FT003 എനേബിൾ ചെയ്യണം, ഇതുമായിട്ട് പെയർ ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ടിൽ 5ാമത്തെ കീ, 5th കീ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ FT003 കിറ്റ് മോഡ് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ DVD ഒപ്റ്റിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പം ഈ ഡീകോഡറാണ് കൺട്രോൾ ആവുന്നത് അതുവഴി. ആണല്ലേ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഒപ്റ്റിക്കലിലാണ് കിടക്കുന്നത്. അത് റിമോട്ട് കിറ്റിലും കാണിക്കും, ഈ LED-യിലും കാണിക്കും. ഇപ്പം ARC ആണ്, അത് ARC ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിക്കൽ, ARC, കോയാക്സിൽ ഇതിൻ്റെ ഓപ്ഷൻസ് ഇതുപോലെ മാറാൻ പറ്റും. ഇതിൽ USB മോഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ USB പാനൽ ഓൺ ആവും. അതിൻ്റെ മോഡ് നമുക്ക് ഈ റിമോട്ട് തന്നെ വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് ഓക്സായി, ബ്ലൂടൂത്തായി, FM ആയി, അതുപോലെ നമുക്ക് ഓപ്ഷൻസൊക്കെ ഇത് വെച്ച് തന്നെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള റിമോട്ട് കിറ്റാണിത്. ഇത് എൻകോഡർ വെച്ച് നമുക്ക് ഇതിൻ്റെ കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റും. ഇത് ഓരോ സിംഗിൾ പ്രസ്സിൽ ഇത് ഓരോ ഓപ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. FL, ഫ്രണ്ടിലുള്ള വോളിയം, ഓഫർ, ഇതെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബാസ് ആൻഡ് ട്രബിളും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് മാറും. ഓക്സ് 1, ഓക്സ് 2, ഓക്സ് 3, ഒപ്റ്റിക്കൽ, കോയാക്സിൽ, ARC, USB, ഇതെല്ലാം ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻകോഡർ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ റിമോട്ടിൻ്റെ വില വരുന്നത് ഏകദേശം 1600 മുതൽ 1900 വരെ വരാറുണ്ട്. അതുപോലെ ഈ ഡീകോഡറും അതുപോലെ തന്നെയാണ്, ഒരു 2500 രൂപ മുതൽ 2900 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 കിറ്റും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ പ്ലേ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്കിപ്പോൾ ഡിജിറ്റൽ ഇൻപുട്ട് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോഴും വരുന്ന പുതിയ ആൻഡ്രോയിഡ് TV നിന്നൊക്കെ ഡയറക്റ്റ് HDMI ARC എടുത്തതിൽ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.